ഹലോ, നാട്ടിലേക്ക് മടങ്ങയായി. സ്വിറ്റ്സർലാൻഡ് എയർപോർട്ടിലേക്ക് ആദ്യമായിട്ടാണ് കാല് കുത്തുന്നത്. സാധാരണ രീതിയിൽ സ്വിറ്റ്സർലാൻഡിൽ വന്നിട്ടല്ല പോവാറ്. അപ്പം ട്രാം പോലത്തെ ഒരു സംഭവമുണ്ട് വേറെ ടെർമിനലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ നാട്ടിലെ ഭക്ഷണം ഒന്ന് കഴിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഭക്ഷണം ഞാൻ വാങ്ങിയത്. കാരണം ഞാൻ വേറെ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ നിന്ന് കഴിക്കാൻ. ഇതിനധികം മധുരമൊന്നുമില്ല, ഒരു കേക്ക് പോലത്തെ ഒരു സാധനമാണ്. പിന്നെ ഒറ്റയ്ക്ക് തന്നെ ആയതുകൊണ്ട് ഒരു ബോറടിക്കുന്നതെല്ലാം ഉണ്ടായിന്. ഇനി ഇവിടുന്ന് നേരെ എയർ ഇന്ത്യ ഫ്ലൈറ്റിന് ഡൽഹിയിലേക്കാണ് പോകുന്നത്. പിന്നെ അവിടുന്ന് ബാംഗ്ലൂരേക്കാണ് പോകേണ്ടത്. എയർ ഇന്ത്യയിലുള്ള ഒരു കാര്യങ്ങൾ, ഉള്ളിലുള്ള ഫുഡിൻ്റെ കാര്യമായാലും മറ്റുള്ളതൊന്നും ഒരു വൃത്തിയും വെടിപ്പൊന്നും കണ്ടില്ല. ഭക്ഷണവും അത്ര ടേസ്റ്റി ആയിട്ട് തോന്നിയില്ല. എന്നാലൊരു ഉപകാരം ഉണ്ടായെന്ന് വെച്ചാൽ 8.5 മണിക്കൂർ കൊണ്ട് ഡൽഹിയിലെത്തിന്. സാധാരണ രീതിയിൽ വരുമ്പോൾ 10.5 മണിക്കൂർ എടുക്കലുണ്ടായിരുന്നു. ഇപ്രാവശ്യം 8.5 മണിക്കൂർ കൊണ്ട് എത്തിയിട്ടുണ്ടായി. പിന്നെ ലഗേജ് എല്ലാം പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതിനൊന്നും ഒരു കുഴപ്പമൊന്നും കണ്ടില്ല. ഇതാണ് എൻ്റെ ചെക്ക് ഇൻ ബാഗും ഹാൻഡ് ലഗേജും എല്ലാം ഉള്ളതെല്ലാം മൊത്തത്തിൽ കിട്ടി. ഇനി നേരെ ബാംഗ്ലൂരേക്ക് പോകണം. ബാംഗ്ലൂരേക്കുള്ള ഫ്ലൈറ്റ് 3.5 മണിക്കൂർ കഴിഞ്ഞാലേ ഉള്ളൂ. അതുവരെ സമയം കളയാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലൊരു സംഭവം കുടിച്ചു. പിന്നെ എയർപോർട്ടിലെല്ലാം ഒന്ന് നടന്നിട്ട് കണ്ടു. കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനും പിന്നെ ഓരോ എയർപോർട്ടിലെ പുതിയ നല്ല നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് കാണാനൊക്കെ ഓരോ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നടന്ന് നോക്കലുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഗേറ്റ് കണ്ടുപിടിച്ചു ബാംഗ്ലൂരേക്കുള്ളത്. തിരക്കൊന്നും അധികം ഉണ്ടായിട്ടില്ല. പക്ഷേ ഫ്ലൈറ്റ് വന്ന സമയത്തേക്കും ആൾക്കാർ നിറഞ്ഞിട്ടുണ്ടായി. പിന്നെ ഫ്ലൈറ്റ് എടുക്കാൻ കുറച്ച് ലേറ്റായിരുന്നു.